ഹായ്, എല്ലാവർക്കും ലേണേഴ്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ് 9 ഫിസിക്സിലെ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന ചാപ്റ്ററിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ ചോദ്യം. ഇൻ ദ ഫിഗർ AO ഇസ് ദ ഇൻസിഡന്റ് റേ. ഓക്കെ, AO എന്ന് പറയുന്നത് പതനരശ്മിയാണ്. ആൻഡ് OB ഈസ് ദ റിഫ്രാക്റ്റഡ് റേ. OB എന്ന് പറയുന്നത് അപവർത്തന രശ്മിയാണ്. ഇതാണ് നമുക്ക് ചിത്രം നൽകിയിരിക്കുന്നത്. ഈ ചിത്രത്തില് ഐഡന്റിഫൈ മീഡിയം 1 ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. മീഡിയം 1 കണ്ടെത്തിയിട്ട് അതിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ മക്കളെ, ഇത് കാണുമ്പോൾ തന്നെ പലർക്കും ആൻസർ ക്ലിയർ ആക്കി മനസ്സിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. സോ 42 ഡിഗ്രി എന്ന് നിങ്ങൾ ഇവിടെ കാണുന്നുണ്ട് അല്ലെ, 42 ഡിഗ്രി. ഈ 42 ഡിഗ്രി എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ത് കോണാണ്? ക്രിട്ടിക്കൽ കോണാണ് അല്ലെ. ഓക്കെ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ക്രിട്ടിക്കൽ ആംഗിൾ ആണ്, ക്രിട്ടിക്കൽ കോണാണ്. കാരണം 42 ഡിഗ്രിയിൽ ഗ്ലാസിൽ നിന്ന് ലൈറ്റ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുക? ഈ സർഫസിലൂടെ കറക്റ്റ് കടന്നു പോവാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടെ മീഡിയം 1 എന്ന് പറയുന്നത് ഗ്ലാസ് ആണ് കേട്ടോ. സോ എന്റെ ആൻസർ നമുക്ക് കിട്ടി. ഗ്ലാസ് എന്ന് പറയുന്ന മീഡിയം ആണ് മീഡിയം 1 എന്ന് അവർ ഇവിടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, കാരണം നമുക്കറിയാം ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ആണ്. ഇവിടെ ലൈറ്റ് നമ്മൾ നോക്കുമ്പോൾ നോക്കിയേ, ഇവിടെ ഗ്ലാസ്സിൽ നിന്ന് വന്ന് കറക്റ്റ് ആ സർഫസിലൂടെ തന്നെ പോയി. അപ്പൊ കറക്റ്റ് ആ സർഫസിലൂടെ പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഈ പറഞ്ഞ ക്രിട്ടിക്കൽ കോണിലാണ് ലൈറ്റ് വന്നിട്ടുള്ളത്. അപ്പൊ ക്രിട്ടിക്കൽ കോൺ ഓഫ് ദ ഗ്ലാസ് എന്ന് പറയുന്നത് എത്രയാണ്? 42 ഡിഗ്രിയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ മീഡിയം ഗ്ലാസ് ആണെന്നുള്ളത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നോൺ ആസ്? ഈ ഒരു ആംഗിളിൽ നമ്മൾ ഈ ഒരു കോണിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ കോൺ ആണെന്നുള്ളത് ഒരു യെല്ലോ ബോക്സിലൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഉത്തരവും കിട്ടി. ഏതാണ്? ക്രിട്ടിക്കൽ ആംഗിൾ. ഓക്കെ, ഇത്തരം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ ആദ്യത്തെ ഉത്തരം ഗ്ലാസും രണ്ടാമത്തെ ഉത്തരം ഏതാണ്? ക്രിട്ടിക്കൽ ആംഗിൾ ആണെന്ന് ഓർത്തു വെക്കുക. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗ്ലാസിന്റെ ക്രിട്ടിക്കൽ കോൺ 42 ഡിഗ്രിയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വലിയ ക്വസ്റ്റ്യനിൽ ഒരു വലിയ ബോക്സ് നൽകിയിട്ടുണ്ട്. ഈ ബോക്സിൽ കുറെ അധികം മീഡിയംസും അതുപോലെ തന്നെ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. അതിൽ ഇൻ വിച്ച് ഓഫ് ദ എബവ് മീഡിയം ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ്? ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് എവിടെയാണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവേണ്ട ഒരു കോൺസെപ്റ്റ് ഇതാണ്. N=C/V എന്ന് പറഞ്ഞിട്ടൊരു ഇക്വേഷൻ ഉണ്ട് അല്ലെ. ഏത് ഇക്വേഷൻ ഉണ്ട്? N=C/V. അപ്പൊ ഞാൻ ഈ ഇക്വേഷൻ ഇവിടെ ഒന്ന് എഴുതുകയാണ്. N=C/V. മക്കളെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, N എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതുപോലെ C എന്ന് പറയുന്നതിന്റെ വാല്യൂ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് വാക്വത്തിൽ അല്ലെ, ശൂന്യതയിലുള്ള ലൈറ്റിന്റെ സ്പീഡ് 3 × 10⁸ ആണ്. V എന്ന് പറഞ്ഞാൽ ഏത് മീഡിയത്തിലൂടെയാണോ ലൈറ്റ് കടന്നു പോകുന്നത് ആ മീഡിയത്തിന്റെ ലൈറ്റിന്റെ സ്പീഡ്. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്? മീഡിയത്തിലെ സ്പീഡ്. അതാണ് V എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ടേംസ് നിങ്ങൾ ക്ലിയർ ആക്കി മനസ്സിലാക്കണം. N എന്താണ്, C എന്താണ്, V എന്താണെന്ന്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കി എടുക്കണം. N കൂടിയാൽ V എന്ത് ചെയ്യും? V കുറയും. ഓക്കെ, N കൂടിയാൽ V കുറയാണ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് പറയാം, N കുറഞ്ഞാൽ എന്ത് ചെയ്യും? V കൂടും. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് മനസ്സിലാക്കണം. ഓക്കെ, N കൂടിയാൽ V കുറയും, അല്ലെങ്കിൽ N കുറഞ്ഞാൽ V കൂടും. നേരെ ഓപ്പോസിറ്റ് ആണ്. N കൂടിയാൽ V കുറയും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആക്കി എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതി വെക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻ വിച്ച് ഓഫ് ദ എബവ് മീഡിയം ലൈറ്റ് ഹാസ് മാക്സിമം സ്പീഡ്? ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത് എവിടെയാണെന്നാണ് ചോദ്യം. എന്ന് പറഞ്ഞാൽ വിയുടെ വാല്യൂ എന്ത് വരണം? വിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ വരണം. എടാ, ഇവിടെ നൽകിയിരിക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N-ന്റെ വാല്യൂ ആണ് അവർ ഈ ക്വസ്റ്റ്യനിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? വിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ വരണം. അപ്പൊ വിയുടെ വാല്യൂ ഏറ്റവും കൂടുതൽ വരണമെങ്കിൽ N കുറവായിരിക്കണം അല്ലെ. അപ്പൊ ഈ ബോക്സിൽ നിങ്ങൾ നോക്കൂ, N-ന്റെ വാല്യൂ എവിടെയാണ് ഏറ്റവും കുറവ്? 1 എന്ന് പറയുന്ന വാല്യൂ ആണ് അല്ലെ. അത് ആരുടെയാണ്? എയറിന്റെ വാല്യൂ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി, ഇവിടെ എയറിലാണ് ലൈറ്റ് ഏറ്റവും വേഗത്തിൽ കടന്നു പോകുന്നുണ്ടാവുക. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ആൻസർ കിട്ടിക്കഴിഞ്ഞു. ഫസ്റ്റ് ആൻസർ ഞാൻ ഇവിടെ എഴുതി വെക്കുകയാണ്. ആദ്യത്തെ ആൻസർ എയർ ആണ്, അല്ലെങ്കിൽ വായു ആണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, ഇത്രയേ ഉള്ളൂ കൺസെപ്റ്റ്. N കൂടിയാൽ എന്ത് ചെയ്യും? V കുറയും.
ഓക്കെ, നമുക്ക് ഇവിടെ കണ്ടെത്തേണ്ടത് വി കൂടുതലുള്ള കേസാണ്. അപ്പൊ വി കൂടുതലുള്ള കേസിൽ എന്ത് കുറവായിരിക്കണം? n കുറവായിരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലായി n ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? എയറിനാണ്. എയറിന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് ഏറ്റവും കുറവ് n വരുന്നത് എയറിനാണ്. അതുകൊണ്ട് ഏറ്റവും സ്പീഡിൽ ലൈറ്റ് പോകുന്നുണ്ടാവുക ഇതിലാണ്, എയർ എന്ന് പറയുന്ന മീഡിയത്തിലാണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഒപ്റ്റിക്കലി ഡെൻസർ മീഡിയം എമംഗ് ദ എബവ്. അപ്പൊ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ, അതായത് എന്നിന്റെ വാല്യൂ എവിടെയാണോ കൂടുതൽ അതാണ് ഒപ്റ്റിക്കൽ ഡെൻസർ ആയിട്ടുള്ള മീഡിയം. അപ്പൊ ഇവിടെ നോക്കിയാടാ, എന്നിന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? 2.42 എന്ന് പറയുന്ന ഡയമണ്ടിനാണ് അല്ലെ. അപ്പൊ ഡയമണ്ടിനാണ് എന്ത് കൂടുതൽ? എന്നിന്റെ വാല്യൂ കൂടുതൽ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടാമത്തതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഡയമണ്ട് ആണ് കേട്ടോ. ഓക്കെ, ഡയമണ്ട് എന്താണ് ഒപ്റ്റിക്കൽ ഡെൻസർ കൂടാൻ കാരണം? കാരണം നമുക്ക് മനസ്സിലായി എന്നിന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഡയമണ്ടിനാണ് അല്ലെ. ഡയമണ്ടിന്റെ വാല്യൂ എത്രയായിരുന്നു? 2.42. ഓക്കെ, 2.42. അതുകൊണ്ട് തന്നെ ഡയമണ്ട് കുറച്ചുകൂടി ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയ ആണെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, കെറോസിൻ ആൻഡ് വാട്ടർ ആർ ടേക്കൺ ഇൻ എ റെക്ടാംഗുലർ ഗ്ലാസ് വെസൽ. എ റേ ഓഫ് ലൈറ്റ് ഈസ് അലൗഡ് ടു ഫോൾ ഒബ്ലിക്കലി ഫ്രം ടോപ്പ് ടു ബോട്ടം ത്രൂ ദിസ്. അതായത് മക്കളെ, ഇവിടെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്, ഒരു വെസൽ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇതിൽ ആദ്യത്തെ ലെയറിൽ ഞാൻ എന്ത് ചെയ്തു? യെസ്, ഈ പറഞ്ഞ കെറോസിൻ നിറച്ചു. കെറോസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണെണ്ണ നിറച്ചു. രണ്ടാമത് ഞാൻ നിറച്ചു വാട്ടർ നിറച്ചു. ഓക്കെ, അപ്പൊ രണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. രണ്ടും 2 ലെയറിൽ കെടുക്കുന്നുള്ളത് മനസ്സിലായി. ഓക്കെ, അപ്പൊ രണ്ടും 2 ലെയറിൽ കെടുക്കും. ഒന്ന് മണ്ണെണ്ണ, രണ്ടാമത്തത് വാട്ടർ ആണ്. അപ്പൊ രണ്ടും 2 ലെയറിലാണ്. സ്വാഭാവികമായിട്ട് അവിടെ എന്ത് നടക്കും? റിഫ്രാക്ഷൻ നടക്കും. ശരിയല്ലേടാ? യെസ്, റിഫ്രാക്ഷൻ നടക്കും. അപ്പൊ ഇവിടെ ചോദ്യം എന്താണ്? ക്യാൻ ദിസ് റേ അണ്ടർഗോ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അണ്ടർ എനി കണ്ടീഷൻ? യെസ് അല്ലെ, സ്വാഭാവികമായിട്ടും ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കണം. കാരണം എന്താണ്? ഇവിടെ രണ്ടും 2 വ്യത്യസ്ത മീഡിയംസ് ഇങ്ങനെ കെടുക്കുകയാണ്. അപ്പൊ ഇങ്ങനെ 2 വ്യത്യസ്ത മീഡിയങ്ങളാവുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. അതിന്റെ ആൻസർ ആണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കണം. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഈസ് ദ പോസിബിൾ ബിക്കോസ് അറ്റ് ദ ടോപ്പ് ലെയർ ഈസ് കെറോസിൻ അല്ലെ. മുകളിലത്തെ ലെയറിൽ എന്താണ്? മണ്ണെണ്ണയാണ്. താഴത്തെ ലെയറിൽ എന്താണ്? ജലാണ്. അപ്പൊ ഇവിടെ 2 വ്യത്യസ്ത മാധ്യമങ്ങളായതുകൊണ്ട്, 2 വ്യത്യസ്ത മീഡിയങ്ങളായതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് നടക്കും? ഈ പറഞ്ഞ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കും. ഓക്കെ, പൂർണ്ണാന്തര പ്രതിപതനം നടക്കും. ഓക്കെ ആണല്ലോ, സെറ്റാന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി പുറകിലേക്ക് പോയിട്ട് കാണുക, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ക്ലാസ്സസ് കാണുക. ഇത് ചോദ്യം മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ അടുത്ത് പഠിക്കാൻ പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഈ ഒരു ടേബിള് ഞാൻ പഠിക്കാൻ പറഞ്ഞിരുന്നു. മീഡിയം, സ്പീഡ് ഓഫ് ലൈറ്റ്, അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മുടെ പിള്ളേരൊക്കെ കൃത്യമായിട്ട് ഇത് ചെയ്യുന്നു വിചാരിക്കുന്നു. സോ എന്ത് ചെയ്യുക? എയർ അല്ലെ, എയറിന്റെ സ്പീഡ് കൊടുത്തിട്ടുണ്ട് 3 × 10⁸. അതുപോലെ n വാല്യൂ 1 ആണെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. ഇനി വാട്ടറിന്റെ വാല്യൂ എത്രയാണ്? ലൈറ്റിന്റെ സ്പീഡ് 2.25 × 10⁸ ആണ് അല്ലെ, വാട്ടറിലൂടെയുള്ള ലൈറ്റിന്റെ സ്പീഡ്. ഇനി അതുപോലെ തന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞിരുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. n = c/v എന്നാണ് ഇക്വേഷൻ അല്ലെ. സിയുടെ വാല്യൂ 3 × 10⁸ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ വിയുടെ വാല്യൂ ഒരു ചോദ്യത്തിൽ നൽകിയിട്ടുണ്ട് 2.25 × 10⁸ അല്ലെ. 2.25 × 10⁸. ഓക്കെ ആണല്ലോ. അപ്പൊ 10⁸ 10⁸ കട്ട് ചെയ്ത് പോയി. നമുക്കിനി ബാക്കി വന്നത് 3/2.25 എന്നാണ്. ഇത് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 1.33 എന്നാണ് കേട്ടോ. അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. 1.33. അപ്പൊ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അത് പഠിച്ചു വെച്ചേക്കുക. എന്താണ്? 1.33 ആണ് എന്തിന്റെ വാല്യൂ? ഈ പറഞ്ഞ വാട്ടറിന്റെ വാല്യൂ. ഓക്കെ, വാട്ടറിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അപവർത്തനാങ്കം എന്ന് പറയുന്നത് 1.33 ആണ്. ഓക്കെ, സെറ്റാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഗ്ലാസ്സിലെ വാല്യൂ ബൈഹാർട്ട് പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. ഞാൻ എപ്പോഴും പറയും, അത് ഓർത്ത് വെക്കണം. 2 × 10⁸. ഇത് എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്. 2 × 10⁸ ആണ് എന്ത്? ഗ്ലാസ്സിലുള്ള ലൈറ്റിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ ടേബിൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൃത്യമായിട്ട് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഒരു തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ആ കോൺസെപ്റ്റ് അതിന് പിന്നിലുള്ളത് അറിഞ്ഞിരിക്കണം. സോ വെൻ വ്യൂഡ് ഫ്രം ദ എർത്ത്, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ദ സ്റ്റാർസ് അപ്പിയർ ട്വിങ്ക്ലിംഗ്. ഓക്കെ, നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. വാട്ട് ഈസ് ദ റീസൺ? അതിന് കാരണം എന്താണ്? യെസ്, നിങ്ങൾക്ക് അറിയാം, അറ്റ്മോസ്ഫിയറിക് എന്താണ്? റിഫ്രാക്ഷൻ ഓഫ് ദ ലൈറ്റ് ആണ് അല്ലെ. അന്തരീക്ഷത്തിൽ എന്ത് നടക്കും? ഈ പറഞ്ഞ അപവർത്തനം നടക്കും. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങി കാണാൻ കാരണം. ഓക്കെ, ഇങ്ങനെ മിന്നി നിൽക്കുന്നതിന്റെ കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ മക്കളെ? യെസ്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ ഭാഗം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. സോ അത് നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ കുറേ ലെയറുകൾ ഉണ്ട് അല്ലേ, ആ ലെയറുകളിലൊക്കെ വ്യത്യസ്ത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണ്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ റിഫ്രാക്ഷൻ ഇങ്ങനെ പലതവണ ഇങ്ങനെ നടന്ന് എന്ത് സംഭവിക്കും, ഈ നക്ഷത്രം ഇങ്ങനെ മിന്നുന്നതായിട്ട് കാണാൻ പറ്റും. അതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അറിയാത്തവരുണ്ടെങ്കിൽ ഈ ആൻസർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിച്ചോളുക. ആൻസർ കീയിൽ വന്നിട്ടുള്ള ആൻസർ ആണ് കേട്ടോ അത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ, വിൽ ദ സ്റ്റാർസ് അപ്പിയർ ട്വിങ്ക്ലിംഗ് വെൻ വ്യൂഡ് ഫ്രം ദ മൂൺ? ഓക്കെ, ചന്ദ്രനിൽ നിന്ന് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ തിളങ്ങുന്നതായിട്ട് കാണാൻ പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റുമോടാ? ഇല്ല. കാരണം എന്താ, ഈ പറഞ്ഞ ചന്ദ്രനിൽ എന്തില്ല, അന്തരീക്ഷം ഇല്ല, അല്ലെങ്കിൽ എയർ ഇല്ല, അറ്റ്മോസ്ഫിയർ ഇല്ല. ഈ അറ്റ്മോസ്ഫിയർ അന്തരീക്ഷം ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ എന്ത് സംഭവിക്കില്ല, അപവർത്തനം നടക്കില്ല. ശരിയല്ലേ, റിഫ്രാക്ഷൻ നടക്കില്ല. ഈ റിഫ്രാക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ റിഫ്രാക്ഷൻ നടക്കാത്തത് കൊണ്ട് തന്നെ ഈ നക്ഷത്രങ്ങൾ എന്ത് ചെയ്യില്ല, തിളങ്ങില്ല, അല്ലെങ്കിൽ മിന്നി കാണില്ല. അപ്പൊ നമുക്ക് ഇവിടെ സിമ്പിൾ ആയിട്ട് എഴുതാം, നോ, ദിസ് ഈസ് ബിക്കോസ് മൂൺ ഹാസ് നോ അറ്റ്മോസ്ഫിയർ. അല്ലെ, മൂണിന് എന്തില്ല, അന്തരീക്ഷമില്ല. അതുകൊണ്ട് അവിടെ എന്ത് നടക്കില്ല, അപവർത്തനം നടക്കില്ല, റിഫ്രാക്ഷൻ നടക്കില്ല. അത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ അത് നിങ്ങളുടെ ഫസ്റ്റ് ടേം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. സ്ഥിരമായിട്ട് നമുക്ക് ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ചോദ്യമാണ് കേട്ടോ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. മലയാളം ക്വസ്റ്റ്യൻ ആണ്, ഇംഗ്ലീഷിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ചിത്രം നിരീക്ഷിച്ച് ഉത്തരം എഴുതുക. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് റൈറ്റ് ദ ആൻസർ. ഓക്കെ, ഇതാണ് എന്ത്, ഈ പറഞ്ഞ ഡയഗ്രാം. ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ, എന്താണ് കൊടുത്തിരിക്കുന്നത്, ഈ പറഞ്ഞ വാട്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ലൈറ്റ് ഇങ്ങനെ എയറിലേക്ക് കടന്നു വരികയാണ്. സ്വാഭാവികമായും അവിടെ എന്ത് നടക്കും, റിഫ്രാക്ഷൻ നടക്കും അല്ലെ. റിഫ്രാക്ഷൻ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, അതിന്റെ ആംഗിൾ ജസ്റ്റ് ഒന്ന് മാറും, 30 നിന്ന് 41 ആയിട്ട് കൂടി. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഒരു കേസിൽ പതനകോൺ 30 നിന്നും 40 വർദ്ധിപ്പിച്ചാൽ അല്ലെ, അതായത് ഇൻസിഡന്റ് ആംഗിൾ ഐ എന്ന് പറയുന്നത് 30 നിന്ന് 40 ആക്കി കഴിഞ്ഞാൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, അപവർത്തന കോൺ ആകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഓക്കെ ആണല്ലോ. ഇവിടെ നിങ്ങൾക്ക് അറിയാം വാട്ടർ ആണ് അല്ലെ, വാട്ടറിൽ നിന്ന് എയറിലേക്ക് പോകുന്ന കേസാണ്. അപ്പൊ 40 നിന്ന് ഇങ്ങനെ ഈ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ലൈറ്റ് 49 ആവാനാണ് സാധ്യത. ശരിയല്ലേ? കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടെ ജലം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് എന്താണ്, ഒപ്റ്റിക്കൽ ഡെൻസർ മീഡിയ ആണ്. ഇത് ഡെൻസർ മീഡിയ ആണ്, ഇത് റയറർ മീഡിയ ആണ് അല്ലെ. നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയുടെ ഓർഡർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഡെൻസർ മീഡിയ ആണ്, ഇത് റയറർ മീഡിയ ആണ്. അപ്പൊ ഡെൻസർ മീഡിയത്തിൽ നിന്ന് റയറർ മീഡിയത്തിലേക്ക് പോകുന്ന സമയത്ത് സ്വാഭാവികമായും നമുക്ക് പറയാൻ പറ്റും, ഈ പറഞ്ഞ 41നേക്കാൾ കൂടുതലുള്ള വാല്യൂ ആയിരിക്കും എപ്പോഴും ഉണ്ടാവുക, ഈ റിഫ്രാക്റ്റഡ് ആംഗിൾ ഉണ്ടാവുക. ഒന്നുകൂടി പറഞ്ഞുതരാം, കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കി ഡെൻസറിൽ നിന്ന് റയറിലേക്കാണ് പോകുന്നത്. അപ്പൊ ഡെൻസറിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റയറിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് എന്ത് ചെയ്യണം, അകന്ന് പോകണം അല്ലെ. എന്ത് ചെയ്യണം, ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോയാൽ അത് എന്ത് ചെയ്യണം, അകന്ന് പോകണം. ഓക്കെ, അകന്ന് പോകണം. അപ്പൊ ഇങ്ങനെ അകന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ 41 ഡിഗ്രിയിലാണ് അകന്ന് പോയിരിക്കുന്നത് അല്ലെ, ഇവിടെ 41ലാണ് പോയിരിക്കുന്നത്. കുറച്ചുകൂടി അകന്നല്ലടാ പോവുള്ളൂ, അടുത്തേക്ക് ഒരിക്കലും വരില്ല. കാരണം ഡെൻസറിൽ നിന്ന് റയറിലേക്കാണ് പോകുന്നത്. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ ഒരിക്കലും അടുത്തേക്ക് വരില്ല. എന്താ സംഭവിക്കുക, കുറച്ചുകൂടി അകന്നേ പോവുള്ളൂ. അപ്പോൾ ഇവിടെ ഓൾറെഡി 41 അകന്നിട്ടുണ്ട്. ഇനി എത്ര കൂടി അകലും, ഈ പറഞ്ഞ 49 അകല. ഓക്കെ, ഇവിടെ ഓൾറെഡി 41 ഇല്ലേ, അതുകൂടാതെ 39 എന്തായാലും ചുരുങ്ങില്ല. അതായത് ആ ഒരു ആംഗിൾ എന്ത് ചെയ്യില്ല, കുറയില്ല, അല്ലെങ്കിൽ 29 കുറയുകയില്ല. എന്തിലേക്ക് കൂടുകയുള്ളൂ, 49 ഡിഗ്രിയിലേക്ക് കൂടുകയുള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ കോൺസെപ്റ്റ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഡെൻസറിൽ നിന്ന് റയറിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ ലൈറ്റ് എന്താണ് ചെയ്യുക, അകന്നാണ് പോവുക, എവേ ഫ്രം ദ നോർമൽ ആയിരിക്കും. അപ്പൊ എവേ ഫ്രം ദ നോർമൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി 41 ഡിഗ്രിയിലാണ് പോയത് അല്ലെ, ഇവിടെ ഓൾറെഡി 41ലാണ് പോയത്. ഇനി ഒരിക്കലും അത് അകത്തേക്ക് വരില്ല, അല്ലെങ്കിൽ അതിന്റെ അടുത്തേക്ക് വരില്ല. എന്താ ചെയ്യുക, കുറച്ചുകൂടി ഡീവിയേറ്റ് ചെയ്ത് പോവാൻ ചെയ്യുക അല്ലെ. അപ്പൊ 41നേക്കാൾ കുറച്ചുകൂടി ഡീവിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ നൽകിയിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഏതാണ്, 49 ഡിഗ്രിയാണ്. ക്ലിയർ അല്ലാത്തവരുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ആദ്യം പഠിക്കുക, അതിനുശേഷം നിങ്ങൾ ഈ ചോദ്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പതനകോൺ 50 ഡിഗ്രി ആകും വിധം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി ചിത്രം വരയ്ക്കുക. അതായത് പതനകോൺ 50 ആണ്. പതനകോൺ എന്ന് പറയുന്നത് ഇൻസിഡന്റ് ആംഗിൾ 50 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഇവിടെ സംഭവിക്കുക എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ,
അപ്പോൾ 50 ഡിഗ്രിയിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഈ 50 ഡിഗ്രിയിൽ വരുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ ആംഗിളിലായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിന്റെ ചിത്രമൊക്കെ വരയ്ക്കാൻ നിങ്ങൾ ഓൾറെഡി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ച് അതിന്റെ ചിത്രവും വരയ്ക്കാനായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചോദിച്ചതായിട്ടുണ്ടായിരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഓരോ ചോദ്യങ്ങളും നമ്മൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാഠത്തിലെ ചോദ്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. 2 or 3 തവണയൊക്കെ ഈ ചോദ്യങ്ങളൊക്കെ കണ്ടു പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.